find devotion, empty notion. Hi friends. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു നൈറ്റിയുടെ ഫ്രണ്ടിൽ നെക്ക് ഡിസൈൻ ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അത് വളരെ സിമ്പിളായിട്ട് ഞാൻ മുൻപും വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നെയും നമുക്ക് ഇതുപോലെ ഒന്ന് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ക്യാൻവാസ് ഒന്നും ഇല്ലാതെ പിന്നെന്താ പറയുക, ക്യാൻവാസ് ഇല്ലാതെ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ 7.5 ഇഞ്ച് നമ്മുടെ ഷോൾഡർ ലെങ്ത്തും പിന്നെ ഒരു 10.5 ഇഞ്ചാണ് ഞാൻ 4-1 ഭാഗമായിട്ട് ചെസ്റ്റിൻ്റെ ഭാഗം എടുക്കുന്നത് കേട്ടോ. പിന്നെ ബാക്കി തയ്യൽത്തുമ്പാണ്. അപ്പോൾ 2 പീസ് ഒരുമിച്ചാണ് ഞാൻ ഇതുപോലെ നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്യുന്നത്. 3 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്ത് കൊടുത്തു. പിന്നെ താഴേക്ക് 6 ഇഞ്ച് നെക്കിന് ഇറക്കം കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ 6 ഇഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ ഷോൾഡർ ജോയിൻ്റ് ചെയ്ത് വരുമ്പോൾ 5.5 ഇഞ്ചിൽ നെക്കിൻ്റെ ഇറക്കം 5.5 ഇഞ്ചായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഈ 6 ഇഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്കിൻ്റെ ഇറക്കം ഒരിക്കലും കൂടിയൊന്നും പോവില്ല കേട്ടോ. പിന്നെ നെക്ക് വിഡ്ത്ത് നമ്മൾ 3 ഇഞ്ച് കൊടുത്തിട്ട് അത് അടിച്ച് കഴിഞ്ഞ് വരുമ്പോൾ ഒരു 3.25-3.5 ഇഞ്ചായിട്ട് നെക്ക് വിഡ്ത്ത് മാറും. അപ്പോൾ ഈ ഒരു അളവിന്, അതായത് 42 സൈസൊക്കെ വരുമ്പോൾ ആ ഒരു അളവ് കൊടുത്തോണ്ട് ഒന്നും ഒരു കുഴപ്പം വരില്ല കേട്ടോ. ബാക്കിൽ നമ്മൾ 3.5 ഇഞ്ചാണ് നെക്കിന് ഇറക്കം കൊടുക്കണുള്ളൂ. 3.5 ഇഞ്ചിൽ 1/2 ഇഞ്ച് ഷോൾഡർ അടിച്ച് പോകുമ്പോൾ 3 ഇഞ്ചായിട്ട് നെക്കിൻ്റെ ഇറക്കം, ബാക്ക് നെക്കിൻ്റെ ഇറക്കം നിൽക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിപ്പോൾ ഞാൻ നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുത്തു. ഇനി കണ്ടോ, ഇതേപോലെ മോൾ ഭാഗത്തുനിന്ന് പിടിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 10 ഇഞ്ച് നമ്മൾ യോക്കിന് ലെങ്ത് എടുക്കാറില്ലേ, അവിടെ നിന്ന് ഇത് കണ്ടോ, ഇതേപോലെ നമ്മൾ കോൺ ഭാഗം വരുന്നില്ലേ, നമ്മളുടെ ആം ഹോളിൻ്റെ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം, അവിടേക്കായിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് ചെരിച്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഒരു പീസ് ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ 4 ഇഞ്ച് എന്താണ് കഴുത്തിൻ്റെ അവിടെ നിന്ന് മാർക്ക് ചെയ്തതെന്ന് വെച്ചാൽ അറിയാലോ, നെക്കിൻ്റെ ഇറക്കം നമ്മൾ 6 ഇഞ്ചല്ല എടുത്തത്. പിന്നെ ബാക്കി 4 ഇഞ്ച് വരുമ്പോൾ 6ഉം 4ഉം 10 ഇഞ്ച് അത് കണക്കാക്കിയിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ വരും. ഇനി നമുക്ക് ഇതുപോലെ നേരിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വേറൊരു പീസ് നൈറ്റീരി എടുത്തിട്ട് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് അങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഞാൻ വളരെ എളുപ്പമായിട്ട് ചെയ്യുന്നൊരു ഡിസൈനാണ്. അപ്പോൾ അതിൻ്റെ എളുപ്പപ്പണികൾ എങ്ങനെ ചെയ്യാമെന്നൊക്കെ കേട്ടോ അതിൽ കൂടുതലായിട്ട് ഞാൻ വിശദീകരിക്കുന്നത്. മറ്റുള്ള ഇതുപോലെ ഡിസൈൻ ചെയ്യുന്നതൊക്കെ ഞാൻ മുൻപും കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള നെക്കിൻ്റെ ഭാഗമല്ലേ, അത് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ എന്താ ഒരു 4 ഇഞ്ച് നീക്കിയിട്ട് കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ അവിടെ നമുക്ക് തയ്യൽ തുമ്പ് വരും. ഇത് 2 പീസാണല്ലോ, അത് നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന പീസാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 2.5 ഇഞ്ച് അങ്ങനെ താഴേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പ് നമുക്ക് ഇതുപോലെ വരച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ക്യാൻവാസ് ഒന്നും ഇല്ലെങ്കിലും നല്ല ഭംഗിയിൽ തന്നെ ഇത് നിൽക്കുകയും ചെയ്യും. കണ്ടോ, ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഈ നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുത്ത് വെക്കുമ്പോൾ കറക്റ്റ് ആ ഷേപ്പ് തന്നെയായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തൊക്കെ മാർക്ക് ചെയ്ത് നമ്മൾ കൈകൊണ്ട് വരച്ചിട്ട് എടുക്കുന്നതിലും കുറച്ചും കൂടി ആ അതേ ഷേപ്പ് തന്നെ കിട്ടുക. അതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഭാഗം വെച്ച് കട്ട് ചെയ്യുമ്പോഴായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ 2 പീസാണല്ലോ, അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനത് അടിച്ചെടുത്തു കേട്ടോ. നമുക്ക് സിംഗിൾ പീസായിട്ട് നൈറ്റി കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഇതുപോലെ സെൻറ്റർ ഭാഗം ഇതുപോലെ അടിച്ചെടുത്ത് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മളുടെ മെയിൻ ഫ്രണ്ട് പീസിൻ്റെ ബാക്ക് സൈഡ്, അതായത് റോങ് സൈഡിൽ വെച്ചിട്ട് ചീത്ത വശത്ത് വെച്ചിട്ട് വേണം നമുക്ക് ഇതിനിങ്ങനെ 4 ഇഞ്ച് വീതിയിൽ അടിച്ചെടുക്കാനായിട്ട് കേട്ടോ. റൗണ്ട് ചെയ്ത് അടിച്ചെടുക്കാം. നീങ്ങി പോകുന്ന ഡൗട്ടുള്ളവർക്ക് ഒരു പിൻ വെച്ചിട്ട് ഒന്ന് ഫിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ അടിച്ചെടുത്താലും മതി. കണ്ടോ, അപ്പോൾ നമ്മളത് അടിച്ചെടുത്തു. ഇനിയിപ്പോൾ സാധാരണ ഇതുപോലെ റൗണ്ട് ഷേപ്പായിട്ട് വരുന്ന നെക്കിൻ്റെ അവിടെയൊക്കെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഫ്രണ്ടിലേക്ക് നന്നായിട്ട് ചുളിവില്ലാണ്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇത് നമ്മൾ നല്ല ഭാഗത്തൊക്കെ ആക്കിയിട്ട് മറിച്ച് കൊടുക്കുകയാണ്.
അപ്പോൾ ഇതിപ്പോൾ സെയിം മെത്തേഡ് തന്നെ നമുക്ക് ക്യാൻവാസിൽ ഒട്ടിച്ചിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷേ ക്യാൻവാസ് ഇല്ലാതെ നമുക്ക് എളുപ്പത്തിന് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതുപോലെ ഞാൻ കൂടുതലും ഇതുപോലെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത്. ഇത് കണ്ടോ, അപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മറ്റ് 2 പീസ് നൈറ്റി ഇട്ടിട്ടാണല്ലോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ മറ്റേ പീസിൽ നിന്ന് എടുത്തിട്ടാണ് കേട്ടോ ഇതുമ്മ വെച്ച് കൊടുത്തത്. കണ്ടോ, അതിന് ഞാനൊന്ന് അടിച്ച് അരുഭാഗത്ത് കൂടെ ഒന്ന് അടിച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിൽ ക്രോസ് പീസ് വെച്ചിട്ട് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ, എന്നാലും ഞാനിത് കാണിച്ചു തരണം കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു 1.25 ഇഞ്ചോളം വീതി വരുന്നുണ്ട്. അതിനുശേഷം കണ്ടോ, ചെരിഞ്ഞ ഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ട് ക്രോസായിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ അടിച്ചെടുത്ത് വരുമ്പോൾ ഒരു വി ഷേപ്പായിട്ടൊക്കെ വരും. ഇതിപ്പോൾ കണ്ടോ കറക്റ്റ് നമുക്ക് നേരെ കിട്ടും. ഇനി നമ്മൾ ഇതിനൊന്ന് മടക്കിയിട്ട് അപ്പോൾ ഇതിൻ്റെ വീതി കൂട്ടണതും കുറയ്ക്കണതൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അതിപ്പോൾ 1 ഇഞ്ച് വീതിയിലെടുക്കാം, 2 ഇഞ്ച് വീതി കൂട്ടിയെടുക്കാം. അപ്പോൾ മടക്കി കഴിയുമ്പോൾ 1 ഇഞ്ച് വീതിയായിട്ട് മാറും. അങ്ങനെ നമ്മുടെ ഇഷ്ടമനുസരിച്ച്, എന്നാലും ചെറുതായിട്ട് വരുമ്പോഴാണ് അതിന് ഒരു ഭംഗി കിട്ടുക. അതിനുശേഷം എക്സ്ട്രാ അങ്ങനെ നിൽക്കുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഭാഗമാണ് കേട്ടോ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അടിച്ചെടുത്ത ഭാഗം അതിൻ്റെ ഒപ്പത്തിന് വയ്ക്കുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങി പോകാണ്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഈ നൈറ്റി ഇപ്പോൾ നമ്മളിത് മാർക്ക് ചെയ്ത് ഇപ്പോൾ ഈ അടിച്ചു കൊടുക്കുന്നില്ലേ, അപ്പോൾ ഈ ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് വേറെ നൈറ്റിയുടെ മുകളിൽ, അതായത് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷെ അതിനേലും എളുപ്പത്തിന് നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്ത് എടുക്കാൻ പറ്റും. അധികം സമയവും പോവില്ല. നമ്മൾ കട്ട് ചെയ്ത് പിന്നെ പൈപ്പിംഗ് കൊടുത്തൊക്കെ വരുമ്പോഴേക്കും കുറച്ച് പണിയും കൂടും. പിന്നെ നൈറ്റിയൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സാധനം ആയതുകൊണ്ട് തന്നെ അതിങ്ങനെ പറഞ്ഞു പോകാനും ഒക്കെ സാധ്യത കൂടുതലാണ് കട്ട് ചെയ്തൊക്കെ ചെയ്യുന്ന സമയത്തെ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്താൽ എളുപ്പത്തിന് നമ്മുടെ നൈറ്റിനെയൊക്കെ നമുക്കൊരു ചെറിയൊരു ഡിസൈൻ വർക്കൊക്കെ ചെയ്ത് ഭംഗിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ അടിച്ചില്ലേ, ഇനി അതിനത് ഇങ്ങോട്ടൊന്ന് മറിച്ചെടുക്കുക. അപ്പോൾ ആ തയ്യൽ തുമ്പിൻ്റെ മുകളിൽ കൂടെ മറിഞ്ഞു വരും. അപ്പോൾ അതിൻ്റെ മുകളിൽ വന്നിട്ട് ഈ അരുഭാഗത്ത് കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക. കണ്ടോ, അപ്പോൾ ഇത് നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ പീസ് വെച്ചിട്ടൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇനി അപ്പോൾ നമ്മൾ ആ നെക്കിൻ്റെ ഭാഗം വെറുതെ ഒന്ന് അടിച്ച് വെച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെയും ഒരു ക്രോസ് പീസ് വെച്ച് നമുക്ക് അതിൻ്റെ ഒരു ഭാഗം ഫിനിഷ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ സെയിം പീസ് തന്നെ വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അതല്ലാതെ വേറെ കളർ ഇപ്പോൾ എന്താ അതുമ്പോൾ വെച്ച് കൊടുക്കുക, കരിനീലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാലും അങ്ങനെ അങ്ങോട്ട് കാണില്ലല്ലോ. ഞാൻ ആ സെയിം പീസ് തന്നെ വെച്ച് മുന്നേ നമ്മൾ അടിച്ചില്ലേ അതുപോലെ ഒന്ന് അടിച്ചെടുത്തു. ഈ ഭാഗത്ത് ഇനിയിപ്പോൾ പകരം പൈപ്പിംഗ് ലേസൊക്കെ വെച്ച് നമുക്ക് ഒന്നും കൂടി ഭംഗിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ചിലവില്ലാതെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഡിസൈനാണ്. പിന്നെ ഞാൻ വേറെ 2 ഡിസൈനുകൾ ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്തതാണ് കേട്ടോ, ഇതൊക്കെ ക്യാൻവാസ് ഇല്ലാതെ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.